വിബൂസ് ഫാമിലി വൈബ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതീക്ഷിക്കാതൊരു ട്രിപ്പാണ് കേട്ടോ. പനിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും ഒന്ന് ഓക്കെ ആയ ശേഷം ഞങ്ങൾ പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ. വെബുക്കുട്ടൻ ദേ ഇവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ യാത്ര എങ്ങോട്ടാന്നുള്ളത് എത്തിയിട്ട് പറയാം കേട്ടോ. സർപ്രൈസ്. എനിക്കും സർപ്രൈസ് ആയിരുന്നു, എന്നോടും പറഞ്ഞിട്ടില്ലായിരുന്നു. പെട്ടെന്നാണ് എന്നോട് പറഞ്ഞത് നമുക്കിങ്ങനെ പോകാം, ഒരു സ്ഥലം വരെ പോകാൻ ഇറങ്ങാൻ മാത്രമാണ് പറഞ്ഞത്. ഇപ്പം ഇറങ്ങി കാറിൽ കയറിയ ശേഷമാണ് എന്നോട് പറയുന്നത് എവിടെയാണ് പോകുന്നതെന്ന്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. എനിക്കെന്തായാലും സർപ്രൈസ് ആയിരുന്നില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ. ഈ വടേക്കാട് ഭാഗത്തെ റോഡ് കംപ്ലീറ്റും പണിയാണ്. എപ്പോഴും ഇവിടെയൊക്കെ പണി തന്നെയാണ്. അപ്പോൾ വണ്ടികൾ പോകാൻ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. ഞങ്ങള് അങ്ങോട്ട് വീട്ടിൽ പോയി അമ്മയെയും നാത്തൂനെയും ലച്ചുവിനെയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം എവിടെയാന്നുള്ളത് അവിടെ എത്തിയിട്ട് പറയാവേ. ബാഗ് തൂക്കിക്കൊണ്ടുവരുന്നില്ല ചുമ്മാ നോക്കടാ. അതാ പറഞ്ഞേ. എന്റെ ദൈവം. അങ്ങനെ ഞങ്ങൾ ആഴിമല ശിവക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ പൗർണമി ദിവസമായതുകൊണ്ട് തന്നെ അമ്പലത്തിലൊന്നും തൊഴാന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ എന്താ സംഭവിച്ചതെന്നറിയാം, ഞങ്ങൾ എത്തിയപ്പോഴേക്കും നട അടച്ചു പോയി. പിന്നെ അവിടെ നിന്ന് ഒരാൾ അതിനകത്തേക്ക് കയറി നടയിലേക്ക് മാത്രം പോകാൻ പറ്റില്ല, ബാക്കി സൈഡ് കംപ്ലീറ്റും, അതായത് ശിവരൂപം ഇരിക്കുന്നതിൻ്റെ സൈഡിൽ നിന്നിട്ട് ബീച്ച് സൈഡും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പോരാതെ അവിടെ കുറച്ച് ഫോറിനേഴ്സ്, സിഡ്നിയിൽ നിന്നുള്ള കുറച്ച് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞെടുത്ത് തരുമായിരുന്നു കേട്ടോ. അവർ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനായിട്ട് സിഡ്നിയിൽ നിന്ന് വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ 3 പേരെ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലച്ചുവും വിബുക്കുട്ടനും കൂടി കയ്യും പിടിച്ച് അവിടെ ഫുൾ നടപ്പായിരുന്നു കേട്ടോ. എന്നിട്ട് വിബുക്കുട്ടൻ എന്തൊക്കെയോ ലച്ചുവിനോട് പറയുന്നുണ്ടായിരുന്നേ, ഇത് അവിടെ ഇങ്ങനെയാ അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞ് പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ലച്ചു ആണെങ്കിൽ കയ്യും പിടിച്ച് നടക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ ഫുൾ ചിരിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തൊഴാനായിട്ട് പറ്റാത്തതിൽ ചെറിയൊരു വിഷമമുണ്ട്. ഇനി ഒരു ദിവസം പകൽ വരണം. കാര്യം ഞങ്ങൾ വിചാരിക്കാതെ റോഡ് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയി. പോരാത്തതിന് നമുക്ക് 2-3 തിരക്കും കാര്യങ്ങളൊക്കെ വന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ലേറ്റായി പോയത്. അപ്പോൾ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ ഒരു ദിവസം പകൽ വന്ന് ഒരു ഉച്ച നേരത്തെ ഇറങ്ങിയിട്ട് വന്ന് അവിടെ ആഴിമല ക്ഷേത്രത്തിൽ ഒന്ന് തൊഴണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഞാൻ ഹസ്ബൻഡും 3-ാമത്തെയോ 4-ാമത്തെ പ്രാവശ്യമാണ് ആഴിമല വരുന്നത്. അത്രയും പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഈ കാണുന്നില്ലേ, ആ ബീച്ച് സൈഡൊക്കെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ശംഖുമുഖത്തായാലും വേളിയിലായാലും ഒക്കെ കടൽ കയറി ഇങ്ങനെ കിടക്കുന്ന കാരണം ഇവിടെയും അതേ തന്നെ അവസ്ഥ. ഞങ്ങളിങ്ങനെ കാണുമായിരുന്നു, ഞങ്ങൾക്ക് താഴെ ഇറങ്ങാൻ പറ്റാണ്ട് ഞങ്ങളിങ്ങനെ ഇവിടെ മുകൾ ഭാഗത്ത് നിന്ന് തന്നെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ആ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ ബീച്ച് സൈഡ് കംപ്ലീറ്റും പോയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ എല്ലാ ബീച്ചിൻ്റെയും അവസ്ഥ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു, വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡൊക്കെ കഴിച്ച് നല്ല വിശന്നു കേട്ടോ. തിരികെ പോരുമ്പോഴേക്കും 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ഇറങ്ങിയതാണ്. ഈവനിങ് ഇറങ്ങി ഞാൻ പറഞ്ഞില്ല, 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്മയും നാത്തൂനെയും ലച്ചുവിനെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങളും തിരികെ പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.